ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു വെയിറ്റ് ലോസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ചവ്വരി കൊണ്ടുള്ള സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാനൊരു 1/4 കപ്പ് ചവ്വരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. 20 മിനിറ്റ് കുതിർത്തെടുക്കണം. പിന്നെ 1/4 കപ്പ് ഗ്രീൻ പീസ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു 100 ഗ്രാം കാബേജ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ കുറച്ച് ബീൻസ് വേണം, ഫ്രഞ്ച് ബീൻസാണ്, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി വേണം. ഗ്രീൻ പീസ് ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ് കേട്ടോ, അതുകൊണ്ട് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് സൂപ്പിന് പറ്റിയ ജാതി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് എള്ളെണ്ണയാണ് ഞാൻ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് ഹെൽത്തിന് പറ്റിയ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനൊരു 2 ടീസ്പൂൺ എള്ളെണ്ണ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിനെ നല്ലെണ്ണയെന്നും പറയും കേട്ടോ. അതായത് സെസമി ഓയിൽ, അതാണ് 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുക. പിന്നെ ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർക്കുക. നമ്മളിതിൽ അവസാനം കുറച്ച് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് പച്ചമുളക് വളരെ കുറച്ച് ചേർത്താൽ മതിയാകും. ഇതെല്ലാം നന്നായിട്ടൊന്ന് സോട്ടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചാൽ എല്ലാ വെജിറ്റബിൾസും ചേർക്കുക. ക്യാബേജ് ഞാനിത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ്, അതുകൊണ്ടാണ് നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീൻസും ക്യാരറ്റും എല്ലാം ചോപ്പറിലിട്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചോപ്പ് ചെയ്യണത് അതനുസരിച്ച് ചോപ്പ് ചെയ്യാം. ചെറുതായി ചോപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇതിലേക്ക് ഗ്രീൻ പീസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ വഴറ്റി കൊടുത്ത് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത ക്യാപ്സിക്കവും തക്കാളിയും ചേർക്കാം. ക്യാപ്സിക്കവും തക്കാളിയും ഞാൻ കുറച്ച് വലുതാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ബൈറ്റ് ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വലുതാക്കി കട്ട് ചെയ്ത് ഞാൻ ചോപ്പറിലിടാതെ കൈകൊണ്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്ത് ഇതിലേക്ക് ഇടുന്ന നാശിനിയും മരുന്നൊക്കെ അടിച്ചിട്ടുള്ളതൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. അതുമാത്രമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് സോട്ടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ചവരി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് തിക്നെസ്സും കൂടി കിട്ടും നമ്മളിത് ചേർക്കുമ്പോഴേക്കും. പിന്നെ ചവരി വളരെ നല്ലതാണ്. ഒത്തിരി പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ചവരിയിൽ. പിന്നെ വിറ്റമിൻ B6 ധാരാളം ഉണ്ട്. പിന്നെ ഇത് നമ്മളുടെ BP കുറക്കാനും വളരെയധികം സഹായിക്കുന്നു. പിന്നെ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഫ്ലോ സ്മൂത്ത് ആകാനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതുമൂലം നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രെയിനും കുറയും. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേകണമല്ലോ. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം നന്നായിട്ട്. അതിനുശേഷം ഇത് തിളക്കുന്നത് വരെ മീഡിയം ഹീറ്റിൽ നമുക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ ചവരി വേവിച്ച 2 കപ്പ് വെള്ളവും പിന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് തിളക്കോളം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചൊരു 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ തന്നെ കുക്ക് ചെയ്യാം. വെജിറ്റബിളൊക്കെ ഒന്ന് ഹാഫ് ബോയിൽ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുക്ക് ചെയ്യണത്. കൂടുതൽ കുക്ക് ചെയ്താൽ ഇതിലെ വിറ്റമിൻസും മിനറൽസൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ നേരം വേവിക്കരുത്. ഇപ്പോൾ നമ്മളുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കരകരപ്പായി പൊടിച്ച കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മളുടെ സൂപ്പ് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചവരി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചവരിക്കൊരു പ്രത്യേക ഡിഫക്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒത്തിരി സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഡയബറ്റീസുകാർ കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കഴിക്കാനായിട്ട്. ഷുഗർ ലെവൽ കൂടാൻ ചാൻസ് കൂടുതലാണ്.
കുറഞ്ഞ അളവിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ കുഴപ്പമില്ല. കുറച്ച് മുരിങ്ങയിലയും കൂടി ചേർത്ത് സൂപ്പ് ഉണ്ടാക്കിയാൽ മതിയാകും. ചവരി മാത്രം വേവിച്ച് പോറിഡ്ജ് പോലെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളുടെ ഷുഗർ ലെവൽ വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചവര് നമ്മളുടെ BP ഒക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ അളവിൽ ചവര് ചേർത്ത് നമ്മൾ ഉണ്ടാക്കി കഴിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഡയബറ്റിക്കാർക്കും ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ആഴ്ച 2 പ്രാവശ്യമൊക്കെ കഴിക്കാവുന്നതാണ്. ഇത് വളരെ നല്ലൊരു വെയിറ്റ് ലോസ് റെസിപ്പിയാണ് കേട്ടോ. ഇത് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ നമ്മളിത് ഒരു 2 ആഴ്ച ട്രൈ ചെയ്താൽ വളരെ നന്നായിട്ട് നമ്മളുടെ വെയിറ്റ് കുറയുന്നത് കാണാം. പിന്നെ നമ്മൾ ഫങ്ഷനൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴും ഇതുപോലുള്ള സൂപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.